മൈക്രോടിപ്പിലല്ലേ ഇപ്പൊ എല്ലാം, അങ്ങനല്ല ആണെന്ന് തോന്നുന്നു. ആ അപ്പൊ അതുകൊണ്ട് അത് പോയി കണ്ടാ മനസ്സിലാവും. വിവാഹം കഴിച്ചത് കൊണ്ട് ഭാര്യയാവില്ല. പലരും വിവാഹം കഴിച്ചിട്ട് ഭാര്യ അന്യന്റെയാണ്, ഭർത്താവ് അന്യന്റെയാണ്. അതുകൊണ്ട് വിവാഹം ഇതിനെ സാധൂകരിക്കുന്നില്ല എന്നാ ഇപ്പൊ പറയുന്നത്. അത് സ്വർഗത്തിലാണ് നടക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞത്, അപ്പൊ മകളെന്നതും അമ്മയെന്നതും ഭാര്യ എന്നതും ഒക്കെ ഒരർത്ഥത്തിൽ സ്വപ്നമല്ലേ? അച്ഛൻ എന്നതും മകനെന്നതും സഹോദരൻ എന്നതും ഭർത്താവ് എന്നതും ഒക്കെ സ്വപ്നം തന്നെയല്ലേ? ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ സ്വപ്നം തന്നെയല്ലേ? ഏതോ മരം സ്വപ്നം കൊണ്ടല്ലേ ഇത് പീസായത്? അല്ല അല്ലേ? സ്വപ്നം കൊണ്ട് തന്നെയല്ലേ ഇതിന് കാലുകൾ ഉണ്ടായത്? ഒരു സ്വപ്നം തന്നെയല്ലേ ഇതേ വന്ന് നമ്മൾ കയ്യും കുത്തിയിരിക്കുന്നത്? ഇനിയുമല്ല. അപ്പൊ നമ്മുടെ ജാഗ്രത സ്വപ്നത്തിൽ ആവിർഭവിച്ച് സ്വപ്നത്തിൽ നിലനിന്ന് സ്വപ്നത്തിൽ അസ്തമിക്കുന്നതല്ലേ? ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ഒരു ജാഗ്രതും, ആ ജാഗ്രത് വീണ്ടും സ്വപ്നത്തിൽ വിലയം വീണ്ടും സ്വപ്നവും, വീണ്ടും അതിൽ നിന്ന് ചേതസ് മുഖം വെച്ച് വീണ്ടും സ്വപ്നവും, വീണ്ടും ജാഗ്രതും. ഇത് തന്നെയല്ലേ ജീവിതം? അങ്ങനെയാണെങ്കിൽ, സ്വപ്നം അയഥാർത്ഥമാണെങ്കിൽ ഈ ജാഗ്രതും അയഥാർത്ഥമല്ലേ? സ്വപ്നം എന്ന് പറയുന്നത് ചുമ സ്വപ്നമാണെന്ന് കാണാൻ പറ്റും. വളരെ മോശം. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചുമയ്ക്കുന്നു എന്നത് ഒരു സ്വപ്നമായി കണ്ടുകൂടെ? ഞാനാണിത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാമായിരുന്നു, ഇല്ലേ? രസമുള്ളതായിരുന്നു. വെളിച്ചം ഇരുട്ടല്ല, ഇരുട്ടിന്റെ അഭാവമാണ് വെളിച്ചം. ഇരുട്ട് സ്വപ്നമാണ്. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. എവിടെ വെളിച്ചമുണ്ടോ അവിടെ ഇരുട്ടില്ല. വെളിച്ചമില്ലായ്മയാണ് ഇരുട്ട്. അപ്പൊ അത് വസ്തുവല്ല. ഒന്നിന്റെ അഭാവം വസ്തുവല്ല. അതായത് ഇരുട്ട് ദ്രവ്യമല്ല. അതുപോലെ തന്നെ ജാഗ്രത ദ്രവ്യമല്ല, സ്വപ്നം ദ്രവ്യമല്ല. ഒന്നിന്റെ അഭാവമാണ്. ജ്ഞാനത്തിന്റെ അഭാവമാണ് എന്റെ ജാഗ്രത, ജ്ഞാനത്തിന്റെ അഭാവമാണ് എന്റെ സ്വപ്നം, ജ്ഞാനത്തിന്റെ അഭാവമാണ് എന്റെ സുഷുപ്തി. ജ്ഞാനം എപ്പോഴുണ്ടോ അപ്പോൾ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയുമാകുന്ന എന്റെ ഭാവങ്ങൾ മാറുകയും ഞാൻ ജ്ഞാനം മാത്രമായി തീരുകയും ചെയ്യും. അപ്പോൾ ജാഗ്രതയില്ല, സ്വപ്നമില്ല, സുഷുപ്തിയില്ല, അറിവ് മാത്രം. അത് ആനന്ദവും. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. എപ്പോഴും ചോദിച്ചാൽ ജാഗ്രതയിലുണ്ടായ വസ്തു മറയുകയും പുതിയ വസ്തുവിൽ ആഗ്രഹം ജനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മാത്രം അതിനെ ഞാൻ കാമം അല്ലെങ്കിൽ സുഖം എന്ന പേരിൽ വീണ്ടും വസ്തുവായി തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ വസ്തുവിനെ വീണ്ടും ആഗ്രഹിക്കും. ക്ലിയറായി? ചോദ്യം ഇൻഡിവിജ്വലായതുകൊണ്ട് ഇൻഡിവിജ്വലായി പറഞ്ഞ് വേഗം തീർക്കും. ഇല്ല, ഒരിക്കലുമില്ല. ഒന്നിന്റെ അഭാവമാണ്. വെളിച്ചത്തിന്റെ അഭാവമാണ്. എപ്പോ വെളിച്ചം വന്നാലും ഇരുട്ട് പോകും. അത് സാമാന്യമെന്നും വിശേഷമെന്നും പറയും. ഭൗതികമായ വെളിച്ചവും അങ്ങനെ സംശയമില്ല. ഭൗതികമായ ഇരുട്ടും ഭൗതികമായ വെളിച്ചത്തിന്റെ അഭാവമാണ്. ഉദാഹരണം തമ്മിൽ താജാത്യമുള്ളത് കൊണ്ടാണ് ഉദാഹരണം. അപ്പോൾ ഭൗതികമായ വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ഇരുട്ട് പോയി, വെളിച്ചം വന്നാൽ ഇരുട്ട് പോയി. അപ്പൊ എത്ര ചെറുതായാലും ഇരുട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇരുട്ട് എന്ന് പറഞ്ഞൊരു ദ്രവ്യമില്ല. അതുപോലെ ജാഗ്രത് എന്ന് പറഞ്ഞ്, സ്വപ്നം എന്ന് പറഞ്ഞ്, സുഷുപ്തി എന്ന് പറഞ്ഞ് ദ്രവ്യമായി നിലനിൽക്കുന്ന ഒരു വസ്തുവില്ല. നാം ഈ കാണുന്ന ഭാവ പദാർത്ഥങ്ങൾ അത്രയും നിയതമായ നമ്മുടെ വെളിച്ചത്തിൽ അസ്തമിക്കുന്ന, നമ്മളുടെ വെളിച്ചം ഇല്ലാതെ വരുമ്പോഴാണ് നദദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന ഭാവക യദ്ഗത്വാ ന നിവർത്തന്തേ തഥാമ പരമം മമ. നതത്ര സൂര്യോ ഭാതി
ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാതി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി എന്നെല്ലാം ഉപനിഷത്ത് ഇവിടെ പറയും. കാരണം ആ വെളിച്ചത്തിൽ ബാക്കിയെല്ലാം പ്രകാശിക്കുകയാണ്. ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ ഈ വെളിച്ചങ്ങൾക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് നാം കാണുന്ന ഈ പ്രേയസിന്റെ ലോകം മുഴുവൻ നമ്മുടെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയുമാകുന്ന ലോകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതും അവിടെ അസ്തമിക്കുന്നതുമാണ്. അപ്പോ ശ്രേയസ് വേറെയാണ്, പ്രേയസ് വേറെ തന്നെയാണ്. തേ ഉഭേ അവ രണ്ടും നാനാർത്ഥേ വ്യത്യസ്ത പ്രയോജനങ്ങളോട് കൂടിയവയായി. പുരുഷം പുരുഷനെ സീനിത ബന്ധിക്കുന്നു. വ്യത്യസ്ത പ്രയോജനങ്ങളോട് കൂടിയതായി നാനാർത്ഥ രൂപേണ. പ്രേയസിന്റെ പ്രയോജനം വേറെ, ശ്രേയസിന്റെ പ്രയോജനം വേറെ. അറിവില്ലായ്മ കൊണ്ട് മനുഷ്യൻ ഇവയെ കലർത്തിയിരിക്കുന്നു. അറിവുള്ളവൻ ഒരിക്കലും പറയില്ല ശ്രേയസ്സും പ്രേയസ്സും ഒന്നാണ്. ശ്രേയസിന്റെ ലോകത്തിലൂടെ പോയി പ്രേയസ് നേടാം. അങ്ങനെയാ ഇപ്പൊ പഠിപ്പിക്കുന്നത്. എല്ലാ ആളുകളും ഈശ്വരാന്വേഷണത്തിന് ഇറങ്ങുന്നത് ഭൗതികമായ കാര്യം നേടാനാണ്. അതാണ് ഈ രാജ്യം ഇത്രയും ദരിദ്രമാകാനുള്ള കാരണം. നമ്മുടെ രാജ്യം ഇത്രയും ദരിദ്രമാകാനുള്ള കാരണം മറ്റു രാജ്യക്കാര് ഈശ്വരാന്വേഷണത്തിൽ കൂടെ പോയി ഭൗതിക വസ്തു നേടാൻ പോകില്ല. അവൻ ഈശ്വരാന്വേഷണത്തിൽ കൂടെ പോയി ഈശ്വരനെ നേടാൻ ശ്രമിക്കും. ഭൗതികത്തെ അന്വേഷിച്ചു പോയി ഭൗതികം നേടാൻ ശ്രമിക്കും. ഇത് ഏറ്റവും നിശ്ചയത്തോടുകൂടി എഴുതി വെച്ചിരിക്കുന്നതും വിഭജിച്ചിട്ടുള്ളതും ഈ രാജ്യത്തിലെ ഗ്രന്ഥങ്ങളിലാണ്. പക്ഷെ ഈ രാജ്യത്തിലാണ് ഇത് ഏറ്റവും കലർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് പഠിപ്പിക്കുന്ന ആചാര്യന്മാരും മറ്റുള്ളവരുമാണ്. ഭൗതിക വസ്തുക്കൾ ചൂണ്ടിക്കാണിച്ചാണ് നിങ്ങളെ എല്ലാവരെയും ആകർഷിക്കുന്നത്. അപ്പൊ പോകാനൊരുങ്ങുന്നവൻ അല്പം വിവരമുണ്ടെങ്കിൽ 50 പൈസയുടെ സാധനം ചൂണ്ടിക്കാണിച്ച് വലിയൊരു സാധനത്തിന് വിളിക്കുമ്പോ അത് 50 പൈസയേക്കാൾ ചെറുതാണെന്ന് മനസ്സിലാക്കണം. വേണ്ടേ വേണ്ടേ പോകുന്നതിന് മുമ്പ് ആലോചിക്കണം. ഭൗതികമായതൊന്നും നേടാൻ, ഈ ജാഗ്രത് സ്വപ്നങ്ങളിൽ നിലനിൽക്കുന്ന ഒന്നും നേടാൻ ആധ്യാത്മിക പുരോഗതി വേണ്ട. മാത്രമല്ല ആധ്യാത്മികമായി പോകുമ്പോൾ ഇതൊന്നും കിട്ടില്ല. ഒടുവില് ഒറ്റാലിൽ കിടന്നതുമില്ല, കൂടെ കൊണ്ടുപോയതുമില്ല എന്നാവും. എന്നല്ലേ പണ്ട് കാലം അല്ലേ? ആ കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. ഈ പാടത്ത് വെള്ളം പോകുമ്പോൾ ഊത്ത വരും. അതാണ് മാഷ് പറഞ്ഞത്. ഊത്താന്നല്ലേ ഇവിടെ പറയും. ഈ വെള്ളമൊക്കെ പോകുമ്പോൾ മീൻ കയറും. പുതുവെള്ളം വരുമ്പോ പാടത്തേക്ക് മീൻ ചാടി കയറും. കണ്ടിട്ടില്ല? അപ്പൊ അതിൽ ഒരെണ്ണത്തിനെ പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കും, അടുത്തതിനെ പിടിക്കും. ഈ അടുത്തതിനെ പിടിക്കുന്നതിനിടയ്ക്ക് വാ പൊളിഞ്ഞു പോയി. അവൻ ചാടിയും പോയി പിടിച്ചവൻ അപ്പുറത്ത് തെറ്റിയും പോയി. അതായി കടിച്ചതുമില്ല, മീൻ പിടിക്കാൻ പോയിട്ടില്ല. അത്ര മോശം. അത് ചത്തതല്ലേ? ഇത് പുതുത് പിടിക്കാൻ പോണെന്നൊരിയില് ഇല്ല, പിടിക്കാൻ പോകാറില്ല. ഈ പാടത്ത് മീൻ പിടിക്കാൻ പോകുന്നവര് കടിച്ചു പിടിക്കും ഒരെണ്ണത്തിന്, എന്നിട്ട് ഒരെണ്ണത്തിനെ തപ്പി പിടിക്കും. ഇതിനെ പിടിച്ചെടുക്കുമ്പോഴത്തേക്ക് മറ്റവൻ വായിന്ന് പോവുകയും ചെയ്തു, ഇവൻ തെറ്റിപ്പോവുകയും ചെയ്തു. അതാണ് ഈ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. ചിലരുള്ളിൽ പോയി മരിച്ചു. അത് ഈ ചെകള വിടർത്തുന്ന. അവ ചിലര് പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാർട്ടിയിൽ ഉണ്ട് ഏതായാലും. അപ്പോ അതുകൊണ്ട് പ്രേയസിന് വേണ്ടി പോകുമ്പോ പ്രേയസിന് വേണ്ടിയായിരിക്കണം. അവിടെ ശ്രേയസ് ആവശ്യമില്ല. ശ്രേയസിന്റെ ലോകങ്ങൾ വേറെ, പ്രേയസിന്റെ ലോകങ്ങൾ വേറെ. പ്രേയസിന്റെ ലോകങ്ങളിൽ തൃപ്തി വന്നാൽ മാത്രമേ ശ്രേയസിൽ ലക്ഷ്യം വെക്കാനും പറ്റൂ. അതുകൊണ്ടായി മുമ്പ് പറഞ്ഞതെല്ലാം പറഞ്ഞത്. അത് വെച്ചിട്ട് യമൻ പറയുക, ശ്രേയസിന്റെ ലോകം വേറെ,
പ്രേയസിന്റെ ലോകം വേറെ തന്നെ. തേ ഉഭയ, അവ രണ്ടും നാനാർത്ഥേ, വ്യത്യസ്ത പ്രയോജനങ്ങളോടുകൂടിയവയായി പുരുഷം പുരുഷനെ സീനിത ബന്ധിക്കുന്നു. അപ്പൊ രണ്ടും പുരുഷനെ ബന്ധിക്കുകയാണ്. ശ്രേയസ് ബന്ധിക്കുന്നതും പ്രേയസ് ബന്ധിക്കുന്നതും രണ്ടു പ്രയോജനങ്ങൾക്കാണ്. തയോ, അവയിൽ ശ്രേയസിനെ ആദദാനസ്യ സ്വീകരിക്കുന്നവന് സാധു നന്മ ഭവതി ഭവിക്കുന്നു, നന്മയുണ്ടാവും. യഹു, ആരാണോ പ്രേയസിനെ വ്രണീതെ വരിക്കുന്നത്, സഹ അവൻ അർദ്ധ പുരുഷാർത്ഥത്തിൽ നിന്ന് ഹീയതേ ഭ്രഷ്ടനായിത്തീരുന്നു. അപ്പൊ യാതൊരുവനാണോ പ്രേയസിനെ വരിക്കുന്നത് അവൻ പുരുഷാർത്ഥത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ടനാകുന്നു. ഈ ഉപനിഷത്ത് ശ്ലോകം പ്രത്യേകം അടിവരച്ച് പഠിക്കണം. പുരുഷാർത്ഥം എന്താ? പുരുഷാർത്ഥം ഏതൊക്കെയാ? പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ധർമ്മം, അർത്ഥം, കാമം. എങ്ങനെയാ അതിന്റെ അർത്ഥം? ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. ആ നിലയിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ നിന്ന് പ്രേയസാഗ്രഹിക്കുന്നവൻ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ പുരുഷാർത്ഥത്തിന്റെ അർത്ഥം എന്താണ്? ധർമ്മം എന്താണ്? അർത്ഥം എന്താണ്? കാമം എന്താണ്? മോക്ഷം എന്താണ്? ശ്രേയസ്സുള്ളവൻ, ശ്രേയസിനെ ആഗ്രഹിക്കുന്നവന് നന്മയുണ്ടാകുന്നു, അവൻ ഉത്തമനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞ ഋഷി, പ്രേയസിനെ ആഗ്രഹിക്കുന്നവനാകട്ടെ പുരുഷാർത്ഥം നഷ്ടപ്പെട്ട് ഹീനനായി ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ പുരുഷാർത്ഥം ധർമ്മമാണെങ്കിൽ ധർമ്മം നഷ്ടപ്പെടുന്നു, അർത്ഥം നഷ്ടപ്പെടുന്നു, കാമം നഷ്ടപ്പെടുന്നു, മോക്ഷം നഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എന്താണ്? ഭൗതികമായ ധനവും മറ്റു കാര്യങ്ങളുമാണെങ്കിൽ അത് പ്രേയസാണ്. ഇവിടെ കാമം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, അർത്ഥം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. പുരുഷാർത്ഥത്തിലെ അർത്ഥം ധനമാണെങ്കിൽ പ്രേയസിന്റെ പിന്നാലെ പോകുമ്പോഴല്ലേ അത് ലഭിക്കുക. ഏത്? മോക്ഷം മാത്രമല്ലല്ലോ പുരുഷാർത്ഥം. ധർമ്മവും പുരുഷാർത്ഥമാണ്, അർത്ഥവും പുരുഷാർത്ഥമാണ്, കാമവും പുരുഷാർത്ഥമാണ്, മോക്ഷവും പുരുഷാർത്ഥമാണ്. നാലും പുരുഷാർത്ഥത്തിൽപ്പെട്ടതാണ്. അല്ലേ? അല്ലേ? എന്റെ സ്വരൂപം എന്ത് എന്നത് ധർമ്മം, വസ്തുവിന്റെ ധർമ്മം. അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നത്, അതിനെ അറിയാനുള്ള ജിജ്ഞാസ ഉളവാകുന്നത്, അതിന്റെ അർത്ഥം തേടുന്നത്, അല്ലെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ ഏറ്റവും ചേർന്ന വ്യാഖ്യാനം അർത്ഥം. അതറിയാൻ ആഗ്രഹിക്കുന്നത് കാമം, അതായിത്തീരുന്നത് മോക്ഷം. ഇതിനാ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അല്ലാതെ നാം ഉണ്ടാക്കി വെച്ച നീതിശാസ്ത്രങ്ങൾ ധർമ്മം ഇല്ല. ആധ്യാത്മിക വിദ്യയുടെ പദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നീതിശാസ്ത്രങ്ങളുടെ ഒക്കെ അർത്ഥം പോയി. അവിടെ പരമമായ ധർമ്മം അഹിംസയാകുമ്പോൾ അവിടെ എത്തിയവന് തെറ്റ് ചെയ്തവനും തെറ്റ് ചെയ്യാത്തവനുമില്ല. ശിക്ഷയും ശിക്ഷകനും ശിക്ഷിക്കപ്പെട്ടവനുമില്ല.
അതെല്ലാം താഴത്തെ ലോകങ്ങളിൽ മാത്രമേ ഉള്ളൂ. ശ്രേയസിന്റെ ലോകത്തേക്ക് ഒരുത്തൻ പദമൂന്നിയാൽ പൂർണ്ണമായ അഹിംസയുടെ ലോകമാണ്. അവിടെയാണ് ഔപനിഷദികമായ വ്യാഖ്യാനം നൽകുമ്പോൾ നമ്മൾ ഗീത പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞത് യുദ്ധമില്ല, യുദ്ധം ചെയ്താൽ ഹീനനായി. കഠോപനിഷത്ത് മൂലമായിരിക്കുന്ന ഭഗവത്ഗീതയിൽ അർജുനൻ യുദ്ധം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഹീനനായി. ദുര്യോധനേക്കാൾ ഒട്ടും മെച്ചമല്ലാത്തവനായി. ഹിംസ ഏത് തലത്തിൽ ചെയ്താലും ന്യായീകരിക്കത്തക്കതല്ല. പക്ഷെ നമ്മൾ ചെയ്തേക്കാം, അത് നമ്മുടെ വിവരക്കേടാണ്. ഞാനും നിങ്ങളും. അപ്പൊ ആ വരുന്നതൊന്നും ധർമ്മത്തിന്റെ നീതിവാക്യങ്ങളിൽ പെടില്ല. ധർമ്മം പ്രജയെ ധരിക്കുന്നത്, അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാക്കുന്നത് പല അർത്ഥത്തിലുണ്ട്. പുരുഷാർത്ഥത്തിലെ ധർമ്മം വരുമ്പോൾ അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിനപ്പുറം സ്വരൂപബോധം, ആ സ്വരൂപബോധത്തിന്റെ വ്യാഖ്യാനം, സ്പഷ്ടമായ വ്യാഖ്യാനം, അർത്ഥം, അല്ലാതെ ധനമെന്ന അർത്ഥത്തിലല്ല. ഭൗതികമായ ധനവും ധനാഗമന മാർഗങ്ങളും ഒന്നും പുരുഷാർത്ഥമല്ല. പുരുഷാർത്ഥത്തിനായി പ്രയത്നിച്ചാൽ നേടാം, ധനത്തിനായി പ്രയത്നിച്ചാൽ നേടണമെന്നില്ല. അറിവിന് പ്രയത്നിച്ചാൽ നേടാം. പ്രയത്നിച്ചിട്ട് നേടാത്ത എത്രയോ ആളുകളുണ്ട് ഈ ഭൂമിയിൽ. ധനം ഇല്ലേ ഇല്ലേ? ധാരാളം. ഇന്ത്യയിലെ 35% വരുന്ന ജനങ്ങള് രാപകല് പണിയെടുത്തിട്ട് അവരുടെ കയ്യിൽ അന്നന്ന് കഴിക്കാനുള്ളത് കിട്ടുന്ന ചുരുക്കമാണ്. അവരധ്വാനിച്ചിട്ടാ ബാക്കിയുള്ളവരെല്ലാം കഴിക്കുന്നത്. ആരംഭകാലം മുതൽ അങ്ങനൊരു സെറ്റായി അധ്വാനിക്കുന്നത്. അവർക്ക് 10 പൈസ കിട്ടണമെങ്കിൽ വലിയ പാടാണ്. മാറി മാറി വന്ന നിയമങ്ങളും മാറി വന്ന ഭരണാധികാരികളും മാറി മാറി വന്ന പരിഷ്കാരങ്ങളും ലോകത്തിന്റെ മാറ്റം മറിച്ചിലുകളും ഒന്നും അവരെ ഇതുവരെ ബാധിച്ചിട്ടില്ല. അവർക്ക് അന്ന് കിട്ടുന്നതിനപ്പുറം ഇന്നും കിട്ടുന്നുമില്ല. മറിച്ചിപ്പുറം നിമിഷം കൊണ്ട് പൈസ ഉണ്ടാകുന്നു. ശരിയല്ലേ? ഇല്ലേ? ഇപ്പോഴത്തെ കോടീശ്വരൻ എന്താ എന്റെ പേര്? ആരാ എന്റെ പേര്? അല്ലെന്ന് കോടീശ്വരൻ, മറ്റേ ഇയാളുണ്ടല്ലോ, എന്താ പറയാ, ലോക കോടീശ്വരന്മാരിൽ എണ്ണുന്ന ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാ. ഒരു സമയത്ത് ലോകരെ മുഴുവൻ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സാധനമാണെന്നും ഇതുകൊണ്ടെല്ലാം നേടാമെന്നും കാണിച്ചു. സാധനം മാർക്കറ്റ് ചെയ്തു, ഗംഭീരായി, കാശായി. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ സാധനം എന്നാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. പഠിച്ചവന്മാരൊക്കെ ഇപ്പം വെള്ളത്തിലായി തുടങ്ങുകയാണ്. പഴയതുപോലെ പട്ടിയെ പിടിച്ച് പിന്നെയും കൂട്ടണമെന്ന് അമേരിക്കയിലൊക്കെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ നിർണായക സ്ഥാനങ്ങളിലൊക്കെ ഈ സാധനം എടുത്ത് ഇപ്പൊ പള്ളയെ കളയുകയാണ്. ഇപ്പൊ കുറച്ചു കാലത്തേക്ക് പറഞ്ഞിരിക്കുന്ന ഇതിലും കൂട്ടുക, നീയും കൂട്ടുകയായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് ഈ സാധനം എടുത്ത് കളഞ്ഞാൽ നമ്മളിനി കുറെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ലോകത്തെ എല്ലാ രാജ്യത്തിലും ഒന്ന് കൊടുത്തോട്ടെ. എന്നിട്ട് ഇന്ത്യയും ജപ്പാനും ഒക്കെ ഇത് കൂടുതൽ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പരിപാടി ഭൂമിയിൽ നിന്ന് നിർത്താം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലും വലിയ തട്ടിപ്പിന്റെ പുതിയൊരു സാധനം കണ്ടുപിടിക്കാം എന്നാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. വായിച്ചില്ല? നിങ്ങൾ വായിച്ചില്ല? നിങ്ങൾ വായിച്ചില്ല? നിങ്ങൾ വായിച്ചില്ല?
ബിൽ ഗേറ്റ്സിന്റെ കേസ് മാത്രല്ല അല്ലെന്ന്, ആ കേസൊന്നും അല്ലെന്ന് ഈ പറഞ്ഞേ. അയാളെ കാശുകാരനാക്കിയ സാധനമില്ലേ? ആ മൈക്രോസോഫ്റ്റ് അല്ലേ, എന്തോ അതിന് വേറെ പേരൂടെ, വിൻഡോസ്. ആ സാധനം ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് പറഞ്ഞ മനസ്സിലായില്ല. കാരണം അതിനെ പൂർണ്ണമായി ബിലീവ് ചെയ്യാൻ പറ്റില്ല, കണക്കൊക്കെ മാറി മറിയുന്നു. മനുഷ്യ മസ്തിഷ്കം നേരത്തെ കയറ്റിവെക്കുന്ന ഒരു വസ്തു, കയറ്റിവെച്ച മാസ്റ്റർ മസ്തിഷ്കം മോശമാണെങ്കിൽ മനസ്സിലായില്ല. ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ പോലെ ജനിച്ചു വന്ന് പെട്ടെന്നുണ്ടാകുന്നല്ലോ, സ്വയമേവ രൂപപ്പെടുന്നതല്ലോ. നമ്മൾ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിനകത്ത് എന്ത് രൂപപ്പെടുത്തിയാലും രൂപപ്പെടൂലേ? പയ്യന്നൂർ സ്റ്റേറ്റ് ബാങ്കിൽ തനിക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും തന്റെ പേരാണ് അവിടെ ഇരുന്നുകൊണ്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ, കൊണ്ടുപോയി പണം ഇട്ടവൻ തന്റെ പേരിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറ്റവൻ തെണ്ടിയോ? ഇല്ല, ശരിയാവില്ല അല്ലേ? ശരിയാവില്ല. അങ്ങനല്ലേ പുതിയ അക്കൗണ്ടൊക്കെ ഇപ്പം വരുന്നേ. മനസ്സിലായില്ല? ഇതേപ്പറ്റി യാതൊരു വിവരമില്ലാത്ത ജനം മുമ്പിൽ വന്നിരിക്കുന്നു, അടിച്ചവന്റെ കൈ കൊടുത്തു വിടുന്നു ഒരു കാർഡും ഒക്കെ. അവനിതൊക്കെ നോക്കിയാൽ മനസ്സിലാവോ? വിവരമുള്ളവന് പോലും മനസ്സിലാവൂലെന്നാണ്. ഇതൊക്കെ എവിടെയാ, എങ്ങനെയാണെന്ന്. ഇനി ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് കയറിയാൽ ചില ദിവസം ചെല്ലുമ്പോൾ കാണാമല്ലേ, ബാങ്കിൽ പണം അടയ്ക്കാൻ ചെല്ലുമ്പം ഇരുന്ന ഇരിപ്പ് ക്ലർക്കന്മാരെല്ലാം തിരിയുന്ന കണ്ടിട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ലേ? നിങ്ങൾ പണം അടയ്ക്കാൻ രാവിലെ ചെല്ലുമ്പോ എല്ലാ ക്ലർക്കും ഉടനെ ഒറ്റയടിക്ക് തിരിയുന്ന കണ്ടിട്ടുണ്ടോ? നേരെ തിരിയുന്നത്, റൈറ്റ് അബൌട്ട് ആണ്. പിന്നെ നിങ്ങളുടെ യാതൊന്നും എടുക്കുകയില്ല. 2 മണിക്കല്ല, നല്ല പീക്ക് അവറിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം നിന്ന നിപ്പിൽ ഇവർ തിരിയും. നിങ്ങളെല്ലാം അവിടെ ഇങ്ങനെ വായി നോക്കിയിരിക്കും. തിരിഞ്ഞ എന്തിനാന്ന് അവർ പറയില്ല. സ്വല്പം കഴിയുമ്പോൾ കൺട്രോൾ റൂമിൽ നിന്ന് പെട്ടെന്ന് പറയും, എല്ലാം ഓഫ് ചെയ്യാൻ പറയും. സകല സാധനം ഓഫ് ചെയ്യേ, ഞങ്ങൾ വരട്ടെ നോക്കട്ടെ എന്ന് പറയും. കണ്ടിട്ടില്ല? പണിയില്ല. നിങ്ങളാരും ബാങ്കിൽ പോകാറില്ല, ഞാൻ മാത്രമേ ബാങ്കിൽ പോകാറുള്ളൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ബാങ്കിൽ പോയപ്പോഴൊക്കെ 2-3 പ്രാവശ്യം അടുപ്പിച്ച് കണ്ടു. ചെന്നപ്പോ ഇങ്ങനെ നിൽക്കുന്ന നിപ്പില് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അക്കൗണ്ടന്റ് എല്ലാം നിന്ന നിപ്പി തിരികെയാണ്. റൈറ്റ് അബൌട്ട് തിരിഞ്ഞൊരൊറ്റ ഇരിപ്പാണ്. നമ്മൾ വിചാരിച്ച് കാണുന്നത് ഇയാളുടെ ബാക്കി കാണുന്ന ഫ്രണ്ട് കണ്ടോണ്ടിരുന്നത്, ഒരു വർത്തമാനവും പറഞ്ഞോണ്ടിരുന്ന. നമ്മോട് യാതൊന്നും വിടുന്നില്ല. സ്വല്പം കഴിഞ്ഞ് നമ്മൾ 1-2 പേരോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവരേറ്റ് നേരെ അകത്തോട്ട് പോയി. പിന്നെ ആരെയും കാണുന്നില്ല. കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒടുവിലെ പിന്നെ എന്തും ചോദിക്കാവുന്ന ഒരുത്തനകത്ത് ചില്ലുകൂടിനകത്തിരിപ്പുണ്ടല്ലോ. നിവർത്തിയില്ലെങ്കിൽ അവനെ കയറി കണ്ടോളാൻ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ മേലെങ്കിലും ചിലർക്ക് കാണാം. വലിയ ഡെപ്പോസിറ്റ് ഉണ്ടായി കാണാം. അപ്പൊ അത് കാരണം ഇച്ചിരി വലിയ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് കയറി അയാളെ കണ്ടു. അപ്പോ അയാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കൺട്രോൾ റൂമിൽ നിന്നുള്ള അറിയിപ്പാണ്, കമ്പ്യൂട്ടറെല്ലാം കുഴപ്പത്തിലായിരിക്കാം. ഇപ്പൊ സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ അതിലടിച്ചു കയറ്റുന്നത് എല്ലാം വെള്ളത്തിലാണ്. അത് കാരണം ഇനി അവര് വരണം, എല്ലാം ശരിയാകും. ഇല്ല, അങ്ങനെ ഇല്ല. ഒന്നും ആവില്ല. ആളുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്, ഒരുപാട് ലാഭമുണ്ട്, കൃത്യമായ എല്ലാം തരും. കമ്പ്യൂട്ടറിലാണ് ഇതെല്ലാം ഗണിച്ചു തരുന്നത്. തെറ്റ് പറ്റുകയില്ല. അതൊക്കെ മാറി. തെറ്റ് പറ്റും, വിശ്വസിക്കാൻ പറ്റില്ല, രണ്ടാമത് കൂട്ടി നോക്കണം. മാത്രമല്ല, ഞങ്ങൾ തരുന്നത് കമ്പ്യൂട്ടറിലാണെന്നുള്ളത് കൊണ്ട് കൂട്ടാതെ പോകണ്ട. ഇതില് ധാരാളം മിസ്റ്റേക്കുകൾ ഉണ്ടാകാം. അടിയിലൊരു ചെറിയ നോട്ടും. ഈ MRI സ്കാൻ എടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടറിനെ ആസ്പദമാക്കിയാണ്. മെഷീന്റെ തകരാറുകളോ മറ്റു കാര്യങ്ങളോ കൊണ്ട് ഇതിന് ഇത്ര % വരെ തെറ്റുപറ്റാം. അതുകൊണ്ട് ഇതിനെ ഒരു ആത്യന്തികമായ സത്യമായി കാണേണ്ടതില്ല. എന്നെഴുതുന്ന പോലെ. അപ്പോ
നമ്മൾ വലിയ കാര്യമായി പറഞ്ഞ ഈ സാധനവും മാത്രമല്ല, ഇതിനിടയ്ക്ക് ചിലപ്പോ നേക്കറ്റ് വുമനൊക്കെ കയറി വരും. കയറി വന്നാൽ പിന്നെ അല്ലേ, അങ്ങനല്ലേ എന്റെ പേര് അല്ലേ? അങ്ങനെ ചില സാധനങ്ങൾ കയറി വരും. കയറി വന്നാൽ പിന്നെ അതും കുളമായി. അപ്പൊ അതുകൊണ്ട് ആകെ പ്രശ്നമാണ്. അപ്പൊ കാശുണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. അപ്പൊ ധനം എന്ന് പറയുന്നത് ഉണ്ടാകാൻ അധ്വാനമൊന്നും വേണമെന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു പുതിയ സാധനം, ആ സാധനം കൊണ്ട് കുറെ കാശുണ്ടാക്കാം. പക്ഷെ അധ്വാനിക്കുന്നതിനോട് കിടന്ന് അധ്വാനിച്ചുകൊണ്ടിരിക്കും. എത്ര നൂറ്റാണ്ടുകളായി അധ്വാനിക്കുന്നവർ ഇന്നും അധ്വാനിക്കുന്നു. ധനം ആ രംഗത്തെങ്ങാനും പെട്ടെന്ന് വരുന്നുണ്ടോ? പുതിയ പുതിയ സാധനം കൊണ്ടുവരുന്നു, പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കുന്നു, പെട്ടെന്ന് കാശാക്കുന്നു, പെട്ടെന്ന് തീരുന്നു അല്ലേ? എന്തോ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു തൈലം ഉണ്ടായിരുന്നില്ലേ, കൈയുടെ വെള്ള വരെ മുടി ഉണ്ടായിരുന്നു അല്ലേ? അനൂപ് തൈലം. ഒരുത്തന്റെ കൈവെള്ള കാണിച്ചല്ലേ ഇങ്ങനെ കൈവെള്ളയിൽ മുടി കിളുത്തിരിക്കുന്നു. ഇനി എന്താ വേണ്ടേ? എത്ര പേര് നമ്മുടെ രാമകൃഷ്ണൻ മാഷൊക്കെ മേടിച്ച് തല തിരിച്ചിട്ട് ഒരു മുടി കിളുത്തില്ല എന്നുള്ളതാണ്. മേടിച്ച കാശ് പോയി എന്നുള്ള. കിളുക്കൊന്ന് ഗ്യാരണ്ടി ചെയ്തതാണ്. അതെ, ഇല്ല, അതുമില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് കയറി വരുന്നു, പെട്ടെന്ന് പോകുന്നു. ആ ധനം പുരുഷാർത്ഥമല്ല. അപ്പൊ പുരുഷാർത്ഥത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട്, നമ്മളെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്ന നമ്മളും ഒക്കെ തെറ്റിദ്ധരിച്ചിട്ട് ധനമാണ് പുരുഷാർത്ഥം. അല്ല, അത് ഈ കഠോപനിഷത്തിൽ നമുക്ക് വ്യക്തമായി പഠിക്കാം. കാരണം ശ്രേയസിന്റെ ലോകങ്ങളിലൂടെ പോകുന്നവൻ. അപ്പൊ ശ്രേയസ്സെന്നും പ്രേയസ്സെന്നും രണ്ട്. ആ ശ്രേയസിന്റെ ലോകങ്ങളിലൂടെ പോകുന്നവൻ ഉത്തമമായ മാർഗത്തെ, നന്മയെ പ്രാപിക്കുന്നു. അതേസമയം തന്നെ പ്രേയസിന്റെ ലോകങ്ങളിലൂടെ പോകുന്നവൻ, അപ്പൊ ശിഷ്യനെ പരീക്ഷിച്ച് ആത്മജ്ഞാനത്തിന് അർഹനാണെന്ന് കണ്ട യമൻ വളരെ ശക്തമായി പറയുമ്പോൾ പ്രേയസ്സും ശ്രേയസ്സും, അവിദ്യാരൂപമായ പ്രേയസ്സും വിദ്യാരൂപമായ ശ്രേയസ്സും അവനെ ബന്ധിക്കുന്നുവെന്നും അവയിൽ ശ്രേയസ്സാണ് സ്വീകരിക്കുന്നതെങ്കിൽ നന്മയുണ്ടാകുന്നുവെന്നും പ്രേയസ്സിനെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പരമലക്ഷ്യമായ പുരുഷാർത്ഥത്തിൽ നിന്ന് അവൻ ഭ്രഷ്ടനാകുന്നുവെന്നും ഋഷി ചൂണ്ടിക്കാണിക്കുമ്പോൾ ധനം പുരുഷാർത്ഥമാണെങ്കിൽ അതിൽ നിന്ന് ഭ്രഷ്ടനാകുന്നു പ്രേയസ്സിന് പോകുന്നവെന്ന് പറയാൻ നിവൃത്തിയില്ല. അപ്പൊ ധനം പുരുഷാർത്ഥമല്ല. അപ്പൊ അർത്ഥം എന്ന പദം വേറെയാണ്. കാമം പുരുഷാർത്ഥമല്ല. ധർമ്മ അവിരുദ്ധോ കാമോസ്മി എന്ന് ഗീത പറയും. ധർമ്മ അവിരുദ്ധം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിന് ച്യുതി വരാത്തത്. സ്വരൂപത്തിന് ച്യുതി വരാത്തത് സ്വരൂപജ്ഞാനം മാത്രമാണ്. അത് മാത്രമാണ് കാമം. അവിടെ അർത്ഥത്തിൽ പുരുഷാർത്ഥമായ കാമം. സദാ സർവദ തന്റെ സ്വരൂപത്തെ ആഗ്രഹിക്കുക. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ മോക്തം ഇച്ഛയായുള്ളൂ, മുക്തിയായില്ല. മോക്തും ഇച്ഛ, മോക്ഷം. നമ്മൾ വിചാരിച്ചിരിക്കുന്ന മോക്ഷം എന്ന് പറഞ്ഞാല് മുക്തി ആയിന്നാണ്. ഇല്ല, അതിനുള്ള ജിജ്ഞാസ വന്നത് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ നിലയിൽ ശ്രേയസിനെ സ്വീകരിക്കുകയാണ് ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗമെന്ന് മനസ്സിലാക്കി നചികേതസ്സെ പ്രവർത്തിക്കുക എന്ന് ശ്ലോകത്തിന്റെ താല്പര്യം. വീണ്ടും ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേത തൗ സംപരിത്യ വിവിനക്തി ധീരഃ ശ്രേയോ ഹി ധീരോ അഭിപ്രേയസോ വ്രണീതേ പ്രേയോ മന്തോ യോഗക്ഷേമാത് വ്രണീതേ ശ്രേയഃ ച ശ്രേയസ്സും പ്രേയഃ ച പ്രേയസ്സും
മനുഷ്യനെ ഏതഹ പ്രാപിക്കുന്നു. ധീര ധീരൻ തൗ അവയെ സംഭരിത്യ നല്ലവണ്ണം ആലോചിച്ചിട്ട്. ധീരനായവൻ ശ്രേയസിനെയും പ്രേയസിനെയും വെച്ച് നന്നായി പഠിച്ചിട്ട് നല്ലപോലെ ആലോചിച്ചിട്ട് വിവിനക്തി വേർതിരിച്ചറിയുന്നു. ശ്രേയസ് ഏതാണെന്നും പ്രേയസ് ഏതാണെന്നും ഓരോ കർമ്മം വരുമ്പോഴും അവൻ അറിയും ഇത് ശ്രേയോമാർഗമാണോ പ്രേയോമാർഗമാണോ. വീണ്ടും ധീരൻ പ്രേയസിനേക്കാൾ ശ്രേഷ്ഠമെന്നറിഞ്ഞ് ശ്രേയഹാഹി ശ്രേയസിനെ തന്നെ അഭിവ്രണീതയെ സ്വീകരിക്കുന്നു. അപ്പോൾ ധീരനായവൻ ബുദ്ധി, ധീരൻ ധീയിൽ രമിക്കുന്നവൻ, ബുദ്ധിയിൽ രമിക്കുന്നവൻ, വിജ്ഞാനമയ കോശത്തിൽ ജീവിതം തുടങ്ങിയവൻ. നമ്മളെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും അന്നമയം വളർത്തുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയവ. പ്രാണമയം വളർത്തുന്നവരുണ്ട്, മനോമയം വളർത്തുന്നവരുണ്ട്, വിജ്ഞാനമയം വളർത്തുന്നവരുണ്ട്. വിജ്ഞാനമയം മുതൽ മാത്രമേ ആത്മവിദ്യയുടെ പടി